നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് 2026 ജൂലൈ 31 എന്താണ് വരുന്നത്. അപ്പോ ആദ്യത്തെ നിങ്ങളുടെ ഇവിടെ ഞാൻ 3 കാർഡുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഇത് നിങ്ങൾ ജൂലൈ 2026 31 തീയതി വരെ, ജൂലൈ 31 2026 1 തീയതി തുടങ്ങി 31 വരെയുള്ള നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഈ 3 കാർഡുകൾ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കൊരു 6 കാർഡ് വേണം. അത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലേക്ക് എന്ത് വ്യത്യാസങ്ങളാണ്, കരിയർ ആൻഡ് ഫിനാൻസിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഇടയ്ക്ക് എന്താണ്, പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ചാലഞ്ച് എന്തായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് വരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ നമ്പർ ഇതിൽ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്നിട്ട് റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. അപ്പോ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഇത് കോമൺ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബ് ചാനലില് ഷോർട്സ് കാണുന്നവർക്കും അതിൽ ലിങ്കോ ഡിസ്ക്രിപ്ഷനോ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോസ്, ഈ റീഡിങ്സ് ഫുൾ ആയിട്ട് എവിടെ കാണാം എന്നുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടി കഷ്ണമല്ല ഇടുന്നത്. അത് നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ ഇത്രയും ചെറിയൊരു കഷ്ണം ഇട്ടിട്ട് എന്താ കാര്യം, അല്ലെ? നിങ്ങൾക്ക് കാര്യം അറിയേണ്ടത്, അല്ലെ? നിങ്ങൾ കാണാൻ വരുന്ന മുഴുവൻ വീഡിയോയും കാണും. അപ്പൊ അതിന്റെ ലിങ്ക് അല്ലാത്ത എവിടേക്കോ ഞാൻ ഇട്ടിന്. അത് ഒരെണ്ണത്തില് ലിങ്ക് ആയിരിക്കും, ഒരെണ്ണത്തില് എന്താ പറയാ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഏത് ചാനലിലാണ് യൂട്യൂബ് വീഡിയോസ് റീഡിങ്സ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പറ്റിക്കാനൊന്നും നോക്കുന്നതല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇങ്ങനെ വേണം, ശരിയാവുന്നു. ഓം നമ ശിവായ ഭഗവാനെ, ഓം നമ ശിവായ, ശിവായ. ഇനി വല്ല കാറ്റും വരുന്നുണ്ടോ എന്ന് നോക്കാം. വീണില്ല, ഇങ്ങനെ വീണാൻ പറ്റില്ല. ഭഗവാനെ, ഓം നമ ശിവായ. കുറച്ച് കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താണ്. ഇത് പലരുടെ മെസ്സേജസ് ആയിരിക്കും കേട്ടോ. ഭഗവാനെ താങ്ക് യു. അപ്പോ ഇവിടെ ലോർഡ് ഗണേശയുടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത് പുതിയ തുടക്കമാകാം. സകല വിഘ്നങ്ങളും, ഇതുവരെയുള്ള വിഘ്നങ്ങളെല്ലാം മാറ്റി തന്നിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി സൗകര്യപൂർവ്വം നിങ്ങളുടെ നല്ലൊരു നാളെ ഉള്ള ആക്ഷൻസ് തുടങ്ങാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളൊരു വഴിത്തിരിവിൽ, പലരുടെ മെസ്സേജ് ആയിരിക്കും, വഴിത്തിരിവിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വഴി, ഇടത്തേക്ക് പോണോ വലത്തേക്ക് പോണോ, അത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ അത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരു വഴി തിരഞ്ഞെടുക്കാം. പണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറക്കും, അതുപോലെ ഭഗവത്ഗീത. അപ്പൊ അതിനകത്ത് വരികൾ വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ മെസ്സേജ് കിട്ടും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളൊക്കെ. എനിക്ക് അറിയില്ല ഇപ്പൊ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന്. പിന്നെ ബാങ്ക് അഡിക്ഷൻ, ആർക്കോ എന്തോ ആരോടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തോട് ഭയങ്കര അഡിക്ഷൻ ആണ്, ഒബ്സഷൻ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ള കാർഡ് പറയുന്നത് പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നമ്മളുടെ വാക്കുകൾ വളരെ കൃത്യമായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെ ആണ് അർത്ഥമായിരിക്കണം മറ്റേ ആൾക്ക് മനസ്സിലാകുന്നത്. തെറ്റിദ്ധാരണയ്ക്ക് അല്ലെങ്കിൽ ഇടവരും എന്നാണ് പറയുന്നത്. പിന്നെ ഡിവൈൻ ഇന്റർവെൻഷൻ, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാൻ, അതിന് നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ, ചിലരുടെ സിറ്റുവേഷൻ ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡീടോക്സിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിന് യൂട്യൂബിലൊക്കെ ഈ യോഗയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യാറില്ല, ഞാൻ അഡ്വൈസ് മീൻസ് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പോയിട്ടില്ല. ഈ ഡീടോക്സിഫൈ എങ്ങനെ ചെയ്യണം, സ്പെൽസ് എന്താണ്, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആരെയും ഉപദേശിക്കാനും പറ്റില്ല. ഇതിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ. എനിക്ക് ടാരോ റീഡിംഗ് മാത്രമേ അറിയുള്ളൂ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം ആദ്യത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഇത് 6 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓവറോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലും എല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ് തമ്മിൽ ബഹളമാകും, ഒരേ പ്രായത്തിലുള്ളവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ജൂലൈയില്.
സ്വത്ത് തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ട്. സ്നേഹിച്ച ആളെ ചേട്ടന് ഇഷ്ടമല്ല, അനിയന് ഇഷ്ടമല്ല, ചേച്ചിക്ക് ഇഷ്ടമല്ല, അനിയത്തിക്ക് ഇഷ്ടം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അങ്ങനെ ചില അതൃപ്തികളൊക്കെ ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ 6 of Cups അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ചെറുപ്പകാലത്തിലുള്ള ഒരു കാര്യങ്ങൾ, ചെറുപ്പത്തിലേ പരിചയമുള്ള ആളുകള്, ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളുകള്, പിന്നെ അങ്ങനെയുള്ളവരുമായിട്ടുള്ള അങ്ങനെ കുറച്ച് ഓർമ്മകൾ. എന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു, അമ്മൂമ്മ അങ്ങനെ ചെയ്തു തരുമായിരുന്നു, കഥ പറഞ്ഞു തരാറുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഫുഡ് ആ ഒരു ഇത്. അപ്പൊ നിങ്ങൾ ചിലപ്പോ കാലത്തിലേക്ക് മാനസികമായിട്ട് തിരിച്ചു പോകും. ചിലപ്പോ നിങ്ങൾ ഈ ജൂലൈ മാസത്തിൽ ചെറുപ്പകാലം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അയ്യോ ചെറുതായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കാര്യങ്ങൾ നോക്കുമായിരുന്നു, അല്ലെ? നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ തന്നെ ഉത്തരവാദിത്തമല്ലേ. പ്രത്യേകിച്ച് നമ്മള് കുട്ടികളുടെ അമ്മയോ അച്ഛനോ ആകുമ്പോഴത്തേക്കും വലിയ ബാധ്യതയാണ്. അപ്പൊ കുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്കെങ്കിലും ജൂലൈയിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരെ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോണിക്. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഓവറോൾ എനർജി ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ക്ലാരിഫൈ ചെയ്യുന്ന 9 of Pentacles ആണ്. 9 of Pentacles എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ എനർജി ആയിരിക്കും. നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കരിയറിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ പെന്റക്കിൾസ് കാണിക്കുന്ന എപ്പോഴും പൈസ, കരിയറും ഫിനാൻസും ആണ്. അതേസമയം കരിയറിലും ഫിനാൻസിലാണെങ്കിലും ഈ ഒരു 10 of Pentacles എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 9 of Pentacles വരുന്ന എനർജി സിംഗിൾ എനർജി ആയിരിക്കും. അത് കുറച്ച് പ്രായമുള്ള, അപ്പൊ ചെറുപ്പത്തിലെ കല്യാണം കഴിക്കാൻ, പ്രാരാബ്ദങ്ങൾ കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരാൾ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ, അതല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകും. നല്ലോണം പൈസയുണ്ട്, പ്രതാപം ഒക്കെ ഉള്ളത്, പക്ഷെ അത് ഷെയർ ചെയ്യാൻ ആളില്ല. അപ്പോ ഒരു ഡിവോഴ്സിൽ അല്ലെങ്കിൽ സെപ്പറേഷനിൽ, ഒരു ബ്രേക്കപ്പിൽ ഒക്കെ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ 9 of Pentacles വരിക. അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു കുറവ്. അപ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ പഴയ ക്രഷിനെ ഓർക്കുന്നു, പഴയ റിലേഷൻഷിപ്പിനെ ഓർക്കുന്നു, പഴയ വൈഫിനെയോ ഹസ്ബൻഡിനെയോ ഓർക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വന്നേക്കുന്നത് 8 of Cups ആണ്. 8 of Cups അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്, ഒരു അബാൻഡൻമെന്റ് ആണ്. ഇമോഷണലി ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ പൈസ ആയപ്പോ നിങ്ങൾ അത് ഓർക്കുന്നു, അയ്യോ അവരെ എന്തായിരിക്കും അവരുടെ അവസ്ഥ, നിങ്ങൾക്ക് കാര്യപ്പെടുത്താൻ കിട്ടിയല്ലോ. ഇനി അപ്പൊ ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമുക്കൊരു 6 കാർഡ് വേണം കേട്ടോ. 6 കാർഡ് നമുക്ക് വേണം. ഞാൻ എടുക്കാൻ പോവാണ്. 1 2 3 4 5 6. അപ്പോ ഇത് ഒന്നാമത്തെ കാർഡ് ലവ്, നിങ്ങളുടെ സ്നേഹബന്ധത്തെ കുറിച്ചാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആള് എന്താണ്, അതിനെ കുറിച്ച് എന്ത് കാർഡാണ്? 8 of Pentacles റിവേഴ്സ് ആണ്. ഇവിടെ ഇനി ഇരുന്നിട്ട് കാര്യമില്ല. ഇനി 8 of Pentacles എന്ന് പറഞ്ഞാൽ എത്ര ബോറടി ആണെങ്കിലും, റിലേഷൻഷിപ്പ് എത്ര ബോറാണെങ്കിലും, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ വർക്ക് ചെയ്ത് നമുക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു 6. അപ്പൊ നിങ്ങൾ തമ്മിൽ ചെറുപ്പം തൊട്ടേ പരിചയമുള്ളവരായിരിക്കാം. ഒരു റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും തിരിച്ചറിവ് വന്നിട്ട് റിലേഷൻഷിപ്പ് വേണ്ട, ഈ റിലേഷൻഷിപ്പ് വേണോ, എന്തിനാണ് ഇതിൽ പോയത്, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്താൽ മതിയായിരുന്നു, അങ്ങനെയുള്ള, അപ്പോൾ അബാൻഡൻ ചെയ്ത പോലെ, മനസ്സിലായി? ഈ ഒരു കണക്ഷൻ ആണത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ അത് എപ്പോഴും എഫക്റ്റ് ഉണ്ട്. ഇനി അത് റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ജൂലൈയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് കാര്യപ്രാപ്തിയായി, പണത്തിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ അന്വേഷിച്ച് പോയപ്പോ, അവിടെ ഇനി ചെന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് ജൂലൈയിൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിചയമുള്ള ആൾക്കാരെ അന്വേഷിച്ച് പോയി, അവരുമായി സംസാരിച്ചു, അങ്ങനെയെല്ലാം വന്ന് ജൂലൈയിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. ജൂലൈയിൽ റിസൾട്ട് വരുമ്പോൾ ഇനി ഇതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ഒരു പ്രത്യേക ആളുടെ പുറകെ നടക്കുകയാണ്, അത് കാര്യമില്ല. അത് ആ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു, ഇനി ചെയ്തിട്ട് കാര്യമില്ല, അവർ ഓൾറെഡി മുമ്പോട്ട് പോയി കഴിഞ്ഞു എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും.
അപ്പോ ഇത് 8 of Pentacles ആണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. അടുത്ത കാർഡ് നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും എന്താണ് വരാൻ പോകുന്നത്? 10 of Swords റിവേഴ്സ്. നിങ്ങളുടെ ഇതുവരെ ഉള്ളത് കരിയറും ഫിനാൻസും ഭയങ്കര ഇവിടെ 9 of Pentacles ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം കരിയറിൽ അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ജൂലൈയില് അതെല്ലാം ഇത് ഈ ഒരു കാര്യത്തിന് ലവ് റിലേഷൻഷിപ്പിന്റെ പുറകെ ഇത് കാരണം മെയിൻ എനർജി നൊസ്റ്റാൾജിയാണ്. അതിന്റെ പുറകെ നിങ്ങൾ നടന്നിട്ട് ജൂലൈയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ ജൂലൈ വരെ നിങ്ങൾ അതിന്റെ പുറകെ നടക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻസും കരിയറും എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർ അന്വേഷിക്കാൻ വേണ്ടി പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നു, ലീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു ഈ വ്യക്തിയെ. അപ്പോ ജൂലൈയില് ഈ കാര്യത്തിന് ഒരു തീരുമാനമാകുമ്പോൾ ഇത് 10 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറിലും ഫിനാൻസിലും ഭയങ്കരമായിട്ട് ഇത് ഓൾറെഡി എഫക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് തീരുമാനമായി ഓക്കെ ഇനി ഇതിന്റെ പുറകെ പോയാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഓക്കെ ഇത് വയ്യായി, ഇനി ഞാൻ എന്റെ കരിയറിലും ഫിനാൻസിലും ശ്രദ്ധിക്കാൻ പോകുന്നത് ഇതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണമെന്ന മനസ്സിൽ നിങ്ങൾ തിരിച്ച് കരിയറും ഫിനാൻസും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കും കേട്ടോ. അങ്ങനെയാണ് ജൂലൈയിൽ വരാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും ഈ ഒരു കാര്യം കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് കുറെ പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇറക്കിയ പണം മുഴുവൻ വേസ്റ്റ് ആയി അല്ലെ. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഇറക്കിയ എനർജിയും നമ്മളുടെ എഫർട്ടും എല്ലാം നമുക്ക് അതിനൊരു ഓക്കെ ഇത്രയും ബുദ്ധിമുട്ടിയെങ്കിൽ എന്താ കാര്യം നടന്നല്ലോ എന്നൊരു ചിന്ത. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു നഷ്ടത ബോധം വരും കരിയറിൽ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും ജൂലൈയിൽ. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും തമ്മിലുള്ള പ്രശ്നം 5 അവരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു. കാരണം ചിലപ്പോൾ നിങ്ങൾ പ്രാരാബ്ധം കൊണ്ട് വിവാഹം കഴിക്കാതിരുന്ന അല്ലെങ്കിൽ സ്നേഹിച്ച ആളെ സ്വീകരിക്കാൻ പറ്റാതിരുന്ന ഒരാളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാം ആയിക്കഴിഞ്ഞപ്പോ എല്ലാവരുടെ കാര്യം റെസ്പോൺസിബിലിറ്റി തീർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവരുടെ പുറകെ പോകാൻ പോയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ നിങ്ങൾ തടഞ്ഞു. അതിന്റെ ചിലപ്പോൾ അവർക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം അത് പോയി ആ സിറ്റുവേഷൻ. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പണനഷ്ടമൊന്നും ആവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫാമിലി എല്ലാം പറഞ്ഞതായിരിക്കും. പക്ഷേ നിങ്ങൾ ഓൾറെഡി അവരുമായിട്ട് അകന്നു, ഫാമിലി ആയിട്ട് മൊത്തത്തിൽ നിങ്ങൾ അകന്നു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഇത് കിട്ടുകയും കൂടി ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു നഷ്ടബോധം, ഒരു ചെറിയൊരു നാണക്കേട് കൂടെ ഞാൻ ഇത് കണ്ടുപിടിക്കുമെന്ന് മുമ്പോട്ട് ഇറങ്ങിയ നിങ്ങൾ ഒന്നുമില്ലാതെ തിരിച്ചു വരുമ്പോൾ കൈയും വീശി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു നാണക്കേട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജൂലൈ മാസത്തിൽ ഇവരുമായിട്ട് അകന്നു നിൽക്കും. 5 of Pentacles ആണ്. ആ ഫാമിലിയും നിങ്ങൾ കുറെ നാളത്തേക്ക് മിണ്ടില്ല. എന്തായാലും ജൂലൈയിൽ നിങ്ങൾ ആ ഒരു തുടക്കം കുറിക്കും. ഫാമിലിയുമായിട്ട് ബന്ധം വിച്ഛേദിക്കും. നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അമ്മ അച്ഛൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കും ജൂലൈയിൽ? വലിയ സ്പീഡൊന്നും, കാരണം ഇവിടെ ഇതുവരെ നിങ്ങൾ ഈ മാസം ഒന്നും അധികം ജോലി എടുത്തിട്ടില്ല, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങളുടെ കമ്പനി, ഇപ്പൊ നിങ്ങളൊരു ഓഫീസിലെ ജോലിയാണെങ്കിൽ നിങ്ങൾ ലോങ് ലീവ് എടുത്തിട്ടായിരിക്കും ഈ അന്വേഷണത്തിനൊക്കെ ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വലിയ പുരോഗതിയൊന്നും, ഇതിപ്പോ ജൂലൈ കഴിഞ്ഞാലേ നിങ്ങൾ ഇനിയും എഫേർട്ട് ഇട്ടാലേ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ പേഴ്സണൽ ഗ്രോത്ത്, കാരണം ഇപ്പൊ നിങ്ങൾ വളരെ ആശിച്ച് പുറകെ പോയി അവരെപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പോയതായിരിക്കും. അപ്പൊ ഭയങ്കര നഷ്ടബോധമാണ്, മാനസികമായിട്ട് ഭയങ്കര തകർന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ ഇതിനകത്ത് നിന്ന് റിക്കവർ ചെയ്യണം, ഈ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യണം, പതുക്കെ തിരിച്ചു വരണം. ഇത് 5 of Pentacles ആണ്. ഇത് 8 of Wands റിവേഴ്സ് ആണ്. ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് വരേണ്ട അവിടെ നിങ്ങൾ ഇതിന്റെ പുറകെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കേപ്പബിൾ ആയ ഒരാളാണ്, പക്ഷെ ഇതിന്റെ പുറകെ പോയത് കൊണ്ട് കുറച്ച് സ്ലോ ഡൗൺ ആയിരിക്കുകയാണ്. ഇനി രണ്ടാമത് നിങ്ങളുടെ ആ ഫോഴ്സിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതിന് കുറച്ച് സമയം എടുക്കും. അത് ജൂലൈയില് അത്ര വലിയ മൂവ്മെന്റും അല്ല, പതുക്കെ അത് തുടങ്ങും. അല്ലാതെ കംപ്ലീറ്റ് ഫോഴ്സിൽ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് എല്ലാം പിടിക്കാമെന്ന ആ ഒരു ഇതിൽ വരില്ല നിങ്ങൾ. അപ്പോ നിങ്ങളുടെ ഇത് പേഴ്സണൽ ഗ്രോത്ത് ആണ്. അടുത്തത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് ചാലഞ്ച്, എന്താണ് വരാൻ പോകുന്നത്? 2 of Cups എന്തുകൊണ്ടാണ് ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളോട് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു അവജ്ഞയും ഇതൊക്കെ വെറുതെയാണ്, ആൾക്കാർ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നൊരു ചിന്ത വരും. ഇവിടെ 2 of Cups ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പൊ ഇവരെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. ഇത് 2 of Cups ആണ്. അപ്പൊ 2 of Cups സ്നേഹബന്ധങ്ങളെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവാൻ തുടങ്ങും. മനസ്സിലാവും? ഒരു ദേഷ്യവും
ഒരു ഇതൊന്നും വെറുതെ അല്ല, വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കില്ലായിരുന്നോ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോകുന്നത് എന്നൊക്കെ ഒരു ചിന്ത. അപ്പോൾ സ്നേഹബന്ധങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ വെറുതെയാണ്, ആളെ പറഞ്ഞ് പറ്റിക്കാനാണ്, ആരും വാക്ക് പാലിക്കില്ല, എല്ലാവരും പൈസയുടെ പുറകെ ആണെന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് വരും. മനസ്സിലായി? കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ആള് അത്രയും ക്ലോസ് ആയിരുന്നു നിങ്ങളുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്ന്. നിങ്ങൾ അത് അന്വേഷിച്ച്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ലൈഫ് മൊത്തത്തിൽ അതങ്ങ് എഫക്ട് ചെയ്തു. അത്രയും സീരിയസ് ആയിരുന്നു. അപ്പൊ സ്നേഹബന്ധങ്ങളോട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും അവർ ഇൻവെസ്റ്റഡ് ആയിരുന്നില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധത്തില് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. മറ്റുള്ളവരെ വിശ്വസിക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടും. ജൂലൈയിൽ ആ ഒരു പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആരെങ്കിലും നിങ്ങളോട് ഇപ്പൊ കല്യാണാലോചന വരിക, ആരെങ്കിലും നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ നിങ്ങൾ അത്ര സീരിയസ് ആക്കി എടുക്കില്ലത്. ഇനി എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ജൂലൈയിൽ കിട്ടാൻ പോകുന്നത്? ജഡ്ജ്മെന്റ് റിവേഴ്സ്. അപ്പോ ചിലര് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും, ചിലര് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇതിങ്ങനെയായി അങ്ങനെ, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചില്ല അവരെ. അപ്പൊ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരും. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവര്, ഞാൻ സ്നേഹിച്ച ആള് പോട്ടെ, വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്നവര് മിക്കവരും എന്റെ നല്ലത് ആഗ്രഹിച്ചിട്ടാണ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. ഞാൻ അവരുടെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചറിവാകും ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ചിലർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും പോലും. കാരണം നിങ്ങൾ മാറിയാല് പ്രൊമോഷൻ കിട്ടുന്നവരും, നിങ്ങൾ മാറിയാല് കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ. അവരാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, കുറച്ച് നാൾ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ഇതൊക്കെ അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ചിലര് പറഞ്ഞു നീ അതിന്റെ പുറകെ നടക്കണ്ട, ചിലപ്പോ ഇത്രയും വർഷമൊക്കെ ആയില്ലേ, അങ്ങനെ പറഞ്ഞവരോട് പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വന്നു. നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരോട് നിങ്ങൾക്ക് സ്നേഹമായിരുന്നു. പക്ഷേ ജൂലൈയിൽ നിങ്ങൾക്ക് തിരിച്ചറിവാകും, എന്റെ കൂടെ നിന്നവര് ശരിക്കും പറഞ്ഞാല് എന്നെ നിരുത്സാഹപ്പെടുത്തിയവരായിരുന്നു, പ്രോത്സാഹിപ്പിച്ചതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോ അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഞാൻ സോഡിയക് സൈൻസ് പറയാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത്രയും സോഡിയക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളൊരു സ്കോർപിയോ ആണെങ്കിൽ, എനിക്കറിയില്ല നിങ്ങളുടെ സോഡിയക് സൈൻ എന്ന്, സ്കോർപിയോ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാവും സ്നേഹബന്ധങ്ങളോട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ സ്കോർപിയൻസിന്, നിങ്ങൾ സ്കോർപിയോ ആവുന്നില്ല, പക്ഷെ സ്കോർപിയൻസിന് പൊതുവെ സ്കോർപിയൻസ് സംശയ ദൃഷ്ടിയോട് കൂടിയാണ് എല്ലാവരെയും നോക്കിക്കാണുന്നത്. അവരൊന്നും ചെയ്യണ്ട, പക്ഷെ നിങ്ങൾക്കൊരു ഇവരെ പ്രൂവ് ചെയ്യട്ടെ, അവര് വർത്ത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്നിട്ട് ആലോചിക്കാവുന്ന ഒരു മനസ്സിലാണ്. അപ്പൊ നിങ്ങളെ ചതിക്കേ കൂടെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നോക്കണ്ട. എന്നാലും എല്ലാവരും ഒരുപോലെ അല്ല എന്നൊരു ചിന്ത മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ ഓവറോൾ എനർജി എന്താണ്? സൺ കാർഡ് റിവേഴ്സ് ആണ്. ഹാപ്പിനെസ് ഇല്ല. അപ്പൊ ജൂലൈയില് വലിയ സന്തോഷമൊന്നും പ്രതീക്ഷിക്കേണ്ട, വലിയ സംതൃപ്തി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇനി കുഞ്ഞുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തിൽ കൺസെപ്ഷൻ നടക്കില്ല എന്നൊക്കെ കൂടി കാണിക്കുന്നുണ്ട്. പൊതുവെ ഒരു എത്ര വലിയ സന്തോഷമൊന്നും വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട ജൂലൈ മാസം. കർക്കിടം മാസം നടക്കല്ലേ, അത് അതെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇത് കർക്കിടമല്ലോ, കള്ളക്കർക്കിടം അറിയില്ല. എന്തായാലും എന്തോ അപ്പൊ ഈ മാസം ജൂലൈ മാസത്തില്, ജൂലൈ പകുതി വരെ ഈ മാസം പോകുന്ന തോന്നുന്നത്. അതന്നെ, അത് കഴിഞ്ഞാല് ചിങ്ങം വരെ. അപ്പോ കർക്കിടകത്തിലേക്ക് നമ്മൾ പോകുകയോ, നമ്മൾ കർക്കിടകത്തിലോ ആണിപ്പോ. എന്തായാലും ഇവിടെ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എഫക്റ്റ് ഈ രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ ലൈഫിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹാപ്പിനെസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് നിങ്ങളോട് ആദ്യം തന്നെ പറയുകയാണ് ഈ കാർഡ്. അപ്പൊ ഇത് ലിയോ ആണ്. പിന്നെ ഉള്ളത് ക്വീൻ ഓഫ് വാൺസ് കാണിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഒക്കെ ഇതിനകത്ത് വരുന്ന പോലെ. അതുപോലെ തന്നെ 10 ഓഫ് പെന്റക്കിൾസ്. അപ്പോ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില തേർഡ് പാർട്ടികള് വൈരാഗ്യ ബുദ്ധികളുള്ള ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആയിട്ട് നിങ്ങളെ ഷെയർ ചെയ്യാൻ കുഴപ്പമില്ലാത്തവരാണ്. വെച്ചാൽ അവര് നിങ്ങളെ അങ്ങോട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, ഇവർക്കൊരു ഫാമിലി ഉണ്ട്. അപ്പൊ
നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പക്ഷെ നമ്മൾ തമ്മിൽ നല്ലൊരു മാനസിക ഐക്യം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പോകാന്ന് വിചാരിക്കുന്ന കുറെ തേർഡ് പാർട്ടികളുണ്ട്. ചില തേർഡ് പാർട്ടികൾ അങ്ങനെയല്ല, ആരുടെ ജീവിതം നശിച്ചു പോയാലും കുഴപ്പമില്ല, എനിക്ക് വ്യക്തിയെ കിട്ടണം. കാരണം ഈ വ്യക്തിക്ക് അത് മെയിൻ ആയിട്ട് പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയുന്നതാണ്. പൈസ ധാരാളം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ഭർത്താവിനെയോ ഭാര്യയോ അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത്. അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര പണി തരാൻ പോകുന്ന ഒരു തേർഡ് പാർട്ടി. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ഈ തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ജൂലൈയില് തേർഡ് പാർട്ടി കണക്ഷൻസ്, ഇത്തിരി പണി തരുന്ന തേർഡ് പാർട്ടികളുള്ള ആളുകൾക്ക്, ആണായാലും പെണ്ണായാലും, നിങ്ങൾക്ക് ഈ മാസം ഒട്ടും കൊള്ളില്ല. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എന്ന് ഓർക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാസമാണ് ജൂലൈ മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്ത് അപ്പൊ നമുക്കൊരു 6 കാർഡ് സെലക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് നോക്കാം. പൊതുവെ ഡള്ളായ ഒരു കുറച്ച് സങ്കടവും പ്രശ്നങ്ങളൊക്കെ വരാൻ പോകുന്ന കാർഡുകളാണ് വരുന്നത്. അയ്യോ തിരിച്ചല്ല, നിങ്ങൾ കണ്ടോ? കുഴപ്പമില്ല, മാറ്റാൻ പറ്റുന്നു, മാറ്റുന്നത് ശരിയല്ലല്ലോ, കാരണം വന്ന കാർഡുകളാണ്, മാറ്റി ശരിയല്ല. അപ്പൊ 1, 2 ഞാൻ സംസാരിച്ച് അതെടുത്ത് വെച്ച് 3, 4, 5, 7. ഓൾറൈറ്റ്, അപ്പൊ ഒരു 6 കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് വരാൻ പോകുന്നത്. അപ്പൊ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ 7 ഓഫ് വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആരോ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി ആണോ നിങ്ങളെ സ്പൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലീഗൽ പാർട്ട്ണറെ കൂടാതെ അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക്. അതാണ് നിങ്ങൾക്ക് പണി തരാൻ പോകുന്നത്. ആ വ്യക്തിയാണോ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്, അല്ല നിങ്ങളുടെ വീട്ടുകാരാണോ, മക്കളാണോ, ഭാര്യയാണോ, ഭർത്താവാണോ, ബ്രദറാണോ, സിസ്റ്ററാണോ, ഫ്രണ്ട്സ് ആണോ, ആരോ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തോന്നലുണ്ട്, എന്നെ ആരോ, എന്റെ മൊബൈൽ ആരോ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്റെ ഇമെയിൽസ് ആരോ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എവിടെ പോകുന്നെന്ന് GPS ഒക്കെ വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ കാലത്ത് സീക്രസി എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ മൊബൈല് ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകുന്നു എന്തൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഓഫീസിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ തിയേറ്ററിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണും, സ്പൈ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു പണി നിങ്ങൾക്ക് വരുന്നത് ലവ് റിലേഷൻഷിപ്പിൽ നല്ല പണിയാണ് വരുന്നത്. നിങ്ങളും നിങ്ങളുടെ ലവറുമായിട്ട്, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, പണി വരുന്നുണ്ട്. ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ്. മോഷ്ടാവിന്റെ കാർഡാണിത്. അപ്പോ അത് നല്ല പണിയാണ്, സൂക്ഷിക്കുക ജൂലൈയില്. പിന്നെ നിങ്ങളുടെ കരിയറിലും ഫിനാൻസിലും 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ തേർഡ് പാർട്ടി ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പണം ചോദിച്ചിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ നിങ്ങൾക്ക് പണം കൊടുക്കണം. ചില ഹസ്ബൻഡോ വൈഫിനോ ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ട് ആരാന്ന് വെച്ച് ഓർക്കുക, എടുക്കുക. അവരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ ആയിരിക്കും ഉള്ളത്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. തേർഡ് പാർട്ടി വലിയ ഡയമണ്ടിന്റെ അത് വേണം, വലിയ ഭയങ്കര ഇതായിട്ടുള്ള ഷർട്ട് വേണം, അല്ലെങ്കിൽ ഒരു പുതിയ മൊബൈൽ വേണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൈസ ഇപ്രാവശ്യം പറ്റില്ല, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് ഞാൻ ലോൺ എടുത്താണെങ്കിലും തരാമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അവർക്ക് അത് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് കുറെ കമ്മിറ്റ്മെന്റ്സിൽ, കരിയറില്, ഫിനാൻസിൽ കുറെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോ ഓഫീസിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ശമ്പളം തികയാണ്ട് വരും ഈ മാസം കേട്ടോ. കരിയറിലും പ്രശ്നം ഉണ്ടാവും, കാരണം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തേർഡ് പാർട്ടി നിങ്ങൾക്ക് ആരൊക്കെയോ സ്പൈ ചെയ്യുന്ന തേർഡ് പാർട്ടി നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ ഓഫീസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, എവിടെ പോകുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം, എവിടെ പോയാലും വിളിച്ചു പറയണം. നിങ്ങളുടെ ഓഫീസിൽ ചിലപ്പോൾ സ്പൈകളുണ്ട്. തേർഡ് പാർട്ടിക്ക് സ്പൈ ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, whatever, അവർക്ക് ചിലപ്പോൾ സ്പൈ ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾ ചെയ്ത തെറ്റോ ശരിയോ എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. കാരണം പണി വരുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ എക്സ്പെൻസസ് കൂടാൻ പോവാണ്. അപ്പൊ നിങ്ങളൊരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോ ഇതൊരു തലവേദന പിടിച്ച തേർഡ് പാർട്ടിയാണ് എന്തായാലും. ഓക്കെ, അപ്പൊ കരിയറിലും ഫിനാൻസിലും നിങ്ങൾക്ക് ഫിനാൻസ് ഭയങ്കര ബുദ്ധിമുട്ടാവും, കരിയറിലും ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ടാർഗറ്റ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമ്മൾ ഇത്ര ടാർഗറ്റ് മീറ്റ് ചെയ്തത് ഇത്ര എമൗണ്ട് വരും. അപ്പോൾ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയാണ് ഈ മാസം. ജൂണിൽ ചിലപ്പോൾ അത് വന്നിട്ടില്ലായിരിക്കാം മീറ്റ് ചെയ്യുന്നത്, ജൂലൈയിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യത്തിൽ എന്താണ്, കിങ് ഓഫ് വേർഡ്സ് റിവേഴ്സ് ആണ്. കിങ് ഓഫ് വേർഡ്സ് റിവേഴ്സ് ആണ്, ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക്
ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാല് ആരെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് കൊടുക്കേണ്ട പൈസ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, വാക്ക് പാലിക്കാൻ പറ്റില്ല. അതാണ് ഈ കിങ് ഓഫ് വേർഡ്സ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റി ആണ്. നിങ്ങൾ അവരുടെ മുമ്പിൽ വെറും ഭയങ്കര വീക്ക് ആയ ഒരു ക്യാരക്ടർ ആയിട്ട് മാറും. കാരണം നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, പൈസയ്ക്ക് പ്രശ്നമുണ്ട്, ഫാമിലിയിൽ പ്രശ്നം, വഴിയ പോണവരൊക്കെ നിങ്ങളെ ചീത്ത പറയുന്നു, അങ്ങനെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും ജൂലൈയിൽ. അതെല്ലാം ബേസിക് ആയിട്ട് ഒരു തേർഡ് പാർട്ടി കാരണമുള്ള പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? അപ്പോ നിങ്ങളൊരു വീക്കായ ആളാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് വരെ ആൾക്കാർ പറയും ജൂലൈയിൽ നിങ്ങളോട്. ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണൽ ഗ്രോത്ത്. ഒരു ഓപ്ഷൻ ഉണ്ടോ പേഴ്സണൽ ഗ്രോത്ത്? ഓക്കെ, നിങ്ങൾ ഒരു പേഴ്സണൽ ഗ്രോത്ത് എന്നാൽ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവും. നിങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും പ്രാർത്ഥിക്കാൻ പോകാൻ തുടങ്ങും. കാരണം നിങ്ങൾക്ക് പേടിയാവും തുടങ്ങും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. ആകെ കൂടി ഒരു ടെൻഷൻ വരും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ കൂടുതൽ ചിലപ്പോ ടാരോ റീഡിംഗ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോ ജ്യോതിഷം നോക്കാൻ പോകും, കൈ നോക്കാൻ പോകും. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ട്രഡീഷണൽ ആയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾ ദൈവത്തിനോട് അടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം പേടി വരുന്നില്ല. നമുക്ക് പേടി വരുമ്പോഴാണല്ലോ നമ്മൾ വളരെ സന്തോഷം ഹാപ്പി ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് ദൈവത്തിനൊന്നും വേണ്ട, അവിടെ ഉണ്ട്, ഓക്കെ ഫൈൻ, ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണെന്ന് നമ്മൾ പറയുന്നത്, ഓക്കെ ഫൈൻ. അപ്പോ പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ വളരെയധികം തകർന്നു പോകും. ഓൾറെഡി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ്. കിങ് ഓഫ് സ്വർഡ്സ് റിവേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ദൈവത്തിനോട് അടുക്കും, കൂടുതൽ സ്പിരിച്വൽ ആവും, കൂടുതൽ അമ്പലങ്ങളും പള്ളികളും എല്ലാം കയറി ഇറങ്ങാൻ തുടങ്ങും. നിസ്കരിക്കാത്ത ആളാണെങ്കിൽ നിസ്കരിക്കാൻ തുടങ്ങും. മനസ്സിലായോ? നോമ്പെടുക്കാത്ത ആളാണെങ്കിൽ നോമ്പെടുക്കാൻ തുടങ്ങും. പള്ളിയിൽ സൺഡേസിൽ പോകാത്ത ആളാണെങ്കിൽ സൺഡേസിൽ പള്ളിയിൽ പോയി തുടങ്ങും. അമ്പലങ്ങളിൽ പോകാത്ത ആൾക്കാരാണെങ്കിൽ അമ്പലം നോമ്പെടുക്കുക, നൊയമ്പെടുക്കുക, വ്രതം എടുക്കുക, ആ പരിപാടിയൊക്കെ തുടങ്ങും. അപ്പൊ കൂടുതൽ നിങ്ങൾ ട്രഡീഷണൽ ആവും. മനസ്സിലായോ? വളരെ അധികം കൺസർവേറ്റീവ് ആവും. നിങ്ങൾ പഴയ ഇതിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങും. അതാണ് ഒരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. എന്ത് ചാലഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജൂലൈയില്? ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഇല്ലാണ്ടാവും. മനസ്സിലായോ? നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ സ്ട്രോങ്. എന്ന് വെച്ചാൽ ഞാനാ ഡിസൈഡ് ചെയ്യണം എന്റെ ജീവിതത്തിൽ എന്താ വേണ്ടത്. ഇപ്പൊ വീട്ടുകാർ പറയാണ്, നിങ്ങൾ വീട്ടുകാരല്ല, കരിയറിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ട്, ഒരു ഓപ്ഷൻ എക്സ്ട്രാ ഉണ്ട്, ഒരു പാർട്ട് ടൈം ജോബ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോവാം. ഇതിപ്പോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ലാതെ വരും. മനസ്സിലായോ? ഓ ആരോടും കടം വേണമെങ്കിൽ കടം ആരും തരില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ വിശ്വാസം പോയി കഴിഞ്ഞു. കടം തരില്ല, ലോൺ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ലോൺ കിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പൈസ ഭയങ്കര ഒരു ചാലഞ്ച് ആയിട്ട് വരും. ആരും ഇല്ലാത്ത ഒരു ഫീലിംഗ് വരും. ആരോടും സംസാരിക്കാൻ പറ്റില്ല, ആരോടും അഡ്വൈസ് ചോദിക്കാൻ പറ്റില്ല, പൈസ വേണമെങ്കിൽ ആരോടും ചോദിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത് എല്ലാവരും റിജക്ട് ചെയ്യും, നിങ്ങൾക്ക് തരില്ല, സഹായം എത്തിച്ചു തരില്ല. അത് വലിയൊരു ചാലഞ്ച് ആവും. നിങ്ങൾ സഹായിച്ചെങ്കിൽ പോലും ഈ ജൂലൈ മാസത്തിൽ നിങ്ങളെ സഹായിക്കില്ല. അത് വലിയൊരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഇത് ടോറസ് ആണ്. ഫൈനൽ കാർഡ് ഓപ്പർച്യൂണിറ്റി എന്താണ് വരുന്നത് നിങ്ങൾക്ക്? കിങ് ഓഫ് പെന്റക്കിൾസ്. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം വരുമ്പോൾ ദൈവം എപ്പോഴും ഒരു വാതിൽ തുറന്നിടുമെന്ന് പറയില്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ, ഇപ്പൊ ദൈവത്തിനെ ആലോചിക്കുന്നില്ല, പക്ഷെ ദൈവത്തിന് തിരിച്ചു നോക്കുന്ന ഒരു സമയം വരുന്നത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ഫാമിലിയിൽ ആരെങ്കിലുമോ നിങ്ങളുടെ സ്വന്തം അച്ഛനോ അമ്മയോ ആരെങ്കിലും നിങ്ങൾ പൈസ തന്ന് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആരെങ്കിലും അമ്മാവനോ അമ്മായിയോ ആരെങ്കിലും കുറച്ച് എമൗണ്ട് നിങ്ങളുടെ പേരിൽ എഴുതി വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഷെയർ തരും. എന്നുവെച്ചാല് ചിലപ്പോൾ പണ്ട് എന്തെങ്കിലുമൊക്കെ PF ഇട്ടിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും FD ഇട്ടതൊക്കെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആ ഒരു കാര്യം വരും. അപ്പൊ കുറെ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അത് ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുന്നതും ആവാം. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ജൂലൈയില് അവസാനത്തോടു കൂടി ഇതെല്ലാം മറക്കാനുള്ള തരത്തില് കുറെ പണം വന്നു ചേരും നിങ്ങൾക്ക്. ചിലപ്പോൾ ഒരു പുതിയ ജോലി ആയിരിക്കാം, പുതിയൊരു ബിസിനസ്, നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയ ബിസിനസ് ഡള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ട്, അത് നല്ലതായിട്ട് ഫ്ലറിഷ് ചെയ്യും. പെട്ടെന്ന് അങ്ങോട്ട് ബൂം ആയിട്ട് അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യും. അത് നിങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ഗുണമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ജൂലൈ അവസാനം വരും. അതപ്പോ ജൂലൈ അവസാനം മാസം മൊത്തം നിങ്ങൾ നാരകിക്കും. അവസാനം നിങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലെയാവും കേട്ടോ. നല്ല പൈസ ഇഷ്ടം പോലെ വരും. അപ്പൊ അതാണ് പറയുന്നത്, എല്ലാ വാതിലുകൾ അടയുമ്പോഴും ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ടാകും. അത് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ. അപ്പൊ ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിംഗ്.
അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ നമ്പർ എടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഭഗവാനെ, മൂന്നാമത്തെ നമ്പർ എടുത്തവർക്ക് ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പാഷനറ്റ് ആയിട്ടുള്ള പുതിയൊരു സിറ്റുവേഷൻ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് ജൂലൈയിൽ, 2026 ജൂലൈ. എന്തുകൊണ്ടാണ് ഏസ്? ഇത് വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ് വരാൻ പോകുന്നത്. ഇതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ പാഷനറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറകെ പോകാൻ ചാൻസ് ഉണ്ട്. ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എന്നാണ്. ഇതൊരു പാഷനറ്റ് ന്യൂ വെഞ്ചർ ആണ്, ഒരു പ്രോജക്റ്റ്. ഇതൊരു ചിലപ്പോൾ കരിയറിലായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ പാഷനറ്റ്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്ട്രെങ്ത് കാർഡാണ്, ലിയോ. പിന്നെ 2 ഓഫ് പെന്റക്കിൾസും. ഇവിടെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ജൂലൈയിൽ. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ച് ഒരു തീരുമാനം, ധൈര്യം സംഭരിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കും. അതൊരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കുന്ന കാര്യമായിരിക്കാം, പുതിയ ലൈഫിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം. നമുക്കത് മുമ്പോട്ട് പോകുമ്പോൾ അറിയാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് യൂണിവേഴ്സിന്റെ ഒരു ഓഫറാണ് നിങ്ങൾക്ക്. വളരെ ഡള്ളായിരുന്ന ഒരു ജീവിതത്തിലേക്ക് ജൂലൈയിൽ നല്ലൊരു കാര്യം വന്നു കയറാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് വേണ്ടി വരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് 6 കാർഡുകൾ എടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6. അപ്പോ അപ്പൊ ഒന്നാമത്തെ കാർഡ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഈ കാർഡ് എങ്ങനെ, ഈ ഓവറോൾ എനർജി, ഒരു പാഷൻ, വളരെയധികം പാഷനറ്റ് ആയിട്ടുള്ള ഒരു മന്ത് ആണ് നിങ്ങൾക്ക് ജൂലൈ 2020. അപ്പോൾ 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ വേണ്ടാന്ന് വെക്കും. നിങ്ങളുടെ ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അതൊരു തേർഡ് പാർട്ടി അല്ല, ചിലപ്പോൾ നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ആയിരിക്കും. അവരില് നിങ്ങൾ രണ്ടാമത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അവരായിട്ട്. അപ്പൊ ഈ തേർഡ് പാർട്ടി, ഇതൊരു തേർഡ് പാർട്ടി കാർഡാണ്. 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടിയെ ജൂലൈയിൽ ഉപേക്ഷിക്കും. ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ പാർട്ട്ണറോട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്ഥിരമായ ലീഗൽ ആയിട്ടുള്ള ആളെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലെ ആ വ്യക്തിയോട് നിങ്ങൾക്ക് കൂടുതലൊരു സ്നേഹം. കാരണം ചിലപ്പോ നിങ്ങൾക്ക് അസുഖമായിട്ട് കിടക്കുക എന്തെങ്കിലും ചെയ്തപ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കഷ്ടകാലം വന്നപ്പോഴായിരിക്കും ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര്, ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കാത്തവർ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ തുടങ്ങിയ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ എപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങൾ. അതിലുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കുറച്ചൊരു ഇന്നസെന്റ് ആയ ശുദ്ധഗതിയുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. അത് കഴിഞ്ഞൊരു പ്രശ്നം വന്നപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിവായത് തേർഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നാളെ പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർ വരുന്നത് ഒരു ഉദ്ദേശത്തിലാണ്, മനസ്സിലായോ? അപ്പൊ അവർ പോകും, നാളെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് നിങ്ങൾ അപ്പൊ തുടങ്ങി ആലോചിക്കുന്നതാണ്. അപ്പൊ ജൂലൈയിൽ നിങ്ങൾ അതിനൊരു തീരുമാനം എടുക്കും. എനിക്ക് എന്റെ ആള് മതി, തേർഡ് പാർട്ടി ഒന്നും എനിക്ക് വേണ്ടാമോ, അങ്ങനെ ഒരു തീരുമാനം. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. കരിയറിലും ഫിനാൻസിലും കുറച്ചൊരു തലവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ കരിയറിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ കരിയറിൽ പോയിട്ടില്ല. നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞത് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഓഗസ്റ്റിലായിരിക്കും അതിനുള്ള പ്രൊമോഷന്റെ കാര്യങ്ങൾ നടക്കാം, ഇന്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞായിരിക്കും, ഓൾറെഡി അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓഫീസിലാണ്. അപ്പൊ അതൊരു തലവേദനയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കൂടുതൽ പാഷനറ്റ് ആയിട്ട് നിങ്ങളുടെ കരിയറിലേക്ക് മറ്റേയാളെക്കാളും ബെറ്റർ ആണ് നിങ്ങൾ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ പാഷനറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ പോസിറ്റീവ് ഇതാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് ജൂലൈയിൽ കേട്ടോ. ടെൻഷൻ വരുമെങ്കിലും നിങ്ങൾ അതെങ്ങനെയെങ്കിലും സോർട്ട് ചെയ്തെടുക്കും അവസാനം. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് വരും കേട്ടോ. അവരൊരിക്കലും നിങ്ങളെ തള്ളി പറയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ, നമ്മളെ മനുഷ്യരാണ്, എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തെങ്കിലും അവര് നിങ്ങളെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ടും ഒരു വഴികാട്ടികളായിട്ടും വരും. അവരുടെ ഫാമിലിയിൽ ഇനിയും ഹോപ്പ് ഉണ്ട്, എന്നെ സഹായിക്കാൻ എന്റെ ഫാമിലി ഇനിയും വരും
എന്നൊരു വിശ്വാസം. കാരണം ആ ഒരു പീരിയഡിൽ നിങ്ങളുടെ കഷ്ടകാല സമയത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ആൾക്കാരെ കുറിച്ചും നിങ്ങളുടെ അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ അവരെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവരിലൊരു നിങ്ങൾക്കൊരു ഡിപ്പെൻഡബിലിറ്റി, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ജൂലൈയിൽ തീർച്ചയാവും ഇവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്റെ ഫാമിലിയും എന്റെ പേഴ്സണും എന്റെ കൂടെ നിൽക്കും എന്നൊരു വിശ്വാസം. തേർഡ് പാർട്ടി വേറെ പോട്ടെ. അപ്പോ അത് ഒരു നല്ല കാര്യമാണ്. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ഇതും അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് എന്തായിരിക്കും. നിങ്ങള് പൈസ നിങ്ങൾ കുറച്ച് ലാവിഷ് ആയിരിക്കാം. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, പാർട്ടിക്ക് പോവുക, വെള്ളം അടിക്കുക, അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ തെറ്റോ ശരിയോ ഞാൻ ആളല്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നപ്പോ നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ മെജോറിറ്റിയും അങ്ങനെ പോയിരുന്നത്. അപ്പൊ നിങ്ങളുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കും. തേർഡ് പാർട്ടി ഉപേക്ഷിക്കുമ്പോൾ അതോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ വീട്ടിലിരിക്കാൻ പഠിക്കും. ഓഫീസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിനസ് കഴിഞ്ഞാൽ വീട്ടുകാരോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ശനിയും ഞായറും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കും. അപ്പോ ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് വരുമ്പോൾ ആവശ്യമില്ലാത്തവരെ നിങ്ങളെ സഹായിക്കില്ല. നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെ നിങ്ങൾ ഉപേക്ഷിക്കും. അതുപോലെ തന്നെ പൈസ സേവ് ചെയ്യാനുള്ള സ്വന്തമായിട്ട് പൈസ, എനിക്ക് കുറെ പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത നിങ്ങളിൽ വരും. മനസ്സിലായോ? അപ്പൊ നിങ്ങള് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുകയോ FD ഇടുകയോ അതൊക്കെ തുടങ്ങും. അപ്പൊ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു ബെറ്റർ സമയം വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണാതെ പ്രാക്ടിക്കൽ ലോജിക്കലുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കണ്ടു തുടങ്ങും. അത് വളരെ നല്ല കാര്യമാണ്. അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും, നല്ല പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും. പിന്നെയുള്ളത് ചാലഞ്ച് എന്താണ് വരുന്നത് ജൂലൈയിൽ? ചാലഞ്ച് വരുന്നത് കുട്ടിത്തം. ഇത് പേജ് ഓഫ് വാൻസ്. ചിലപ്പോ തേർഡ് പാർട്ടി ചിലപ്പോ ഒരു കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഇല്ലാത്ത കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ പൈസ അടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കും. അത് വലിയൊരു ഇഷ്യൂ ആവാൻ വഴിയുണ്ട്. അപ്പോ നിങ്ങള് ചിലപ്പോ എടുത്തു ചാടി ഒരു കാര്യം പഠിക്കാതെ, എന്നുവെച്ചാൽ ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് എടുത്തു ചാടി ഡിസിഷൻ എടുക്കാതെ എന്താ പറയാ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. പക്ഷെ നിങ്ങൾ ജൂലൈയില് നിങ്ങൾക്ക് ചാലഞ്ച് ആയിട്ട് വരുന്നത് കുറെ കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് കുറെ പേരെ അങ്ങോട്ട് ഉപേക്ഷിക്കുമോ വേണ്ട അത് ചെയ്യില്ല, ഇനി ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു തെറ്റ്, ഞാൻ എങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ആ ഒരു തിരിച്ചറിവ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ചിലർക്ക് നല്ലതും ചിലർക്ക് ചീത്തയുമാണ്. അപ്പൊ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണ്, ചീത്ത കാര്യം അങ്ങനെയൊന്നും നിങ്ങൾ അനലൈസ് ചെയ്യില്ല. നിങ്ങൾക്കൊരു ഇത് വരുമ്പോ മൂച്ച് വരുമ്പോ നിങ്ങൾ ഉടനെ ആൾക്കാരെ തെറ്റെയ്തു പറഞ്ഞാൽ ഉടനെ എല്ലാം കൂടെ ഉപേക്ഷിക്കും. അതാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ നിങ്ങൾക്ക് പണം തരാനുള്ളവരെല്ലാം നിങ്ങൾ ബ്ലോക്ക് ചെയ്തു, നിങ്ങൾ നമ്പർ എല്ലാം ഡിലീറ്റ് ചെയ്തു. ചിലപ്പോൾ അവര് നിങ്ങൾക്ക് തിരിച്ച് പണം തരാനുണ്ടാവും, അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ കളയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കുറെ സാധനങ്ങൾ കിട്ടാതെ ആവും. അതൊക്കെ ഒറ്റ ഇതിലങ്ങ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നീടാണ് അയ്യോ എനിക്ക് കുറെ പണം കിട്ടാനുണ്ടായിരുന്നു, അത് വരാനായിട്ട് അയാളെ നമ്പറും ഡിലീറ്റ് ചെയ്ത് അയാൾ ബ്ലോക്ക് ചെയ്യുന്നില്ല, അയാൾക്ക് എന്നെ കോൺടാക്ട്, ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒറ്റ ദേഷ്യത്തിൽ ആ ഒരു തോന്നലിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ലാസ്റ്റ് കാർഡ്, നിങ്ങൾക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് ജൂലൈ 2026 വരാൻ പോകുന്നത്? നിങ്ങൾക്ക് അത് ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയില്ലേ, ആരോ നിങ്ങളെ ബിട്രേ ചെയ്യും. അത് മിക്കവാറും ഈ തേർഡ് പാർട്ടി ആയിരിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾ തേർഡ് പാർട്ടി ഉപേക്ഷിക്കുക. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങളോട് സ്നേഹം അഭിനയിച്ചിരുന്ന കുറെ ആളുകൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു, നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞും നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് കുറ്റം പറയുകയും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചവരെ ചീത്തയാക്കി കാണിച്ചു. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേര്, അവരെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യില്ലായിരുന്നു. അപ്പോ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് നിങ്ങൾ തിരിച്ചറിവാകുമ്പോൾ ഇവർ നിങ്ങളെ വഞ്ചിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇവരെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ എല്ലാം അവസ്ഥകളും അവസരങ്ങളും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കും. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലിയുടെയും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുടെയും പുറകെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടാവാനില്ല. ജൂലൈയോട് കൂടി നിങ്ങളുടെ ചീത്ത സമയം എല്ലാം മാറി ഒരു തിരിച്ചറിവൊക്കെയായിട്ട് ജൂലൈ 2026 ശേഷം നിങ്ങൾക്ക് നല്ല സമയം വന്നു തുടങ്ങും. നിങ്ങളെ കൂടെയുള്ളവരാണ് നിങ്ങൾക്ക് പണി തരുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊന്ന് പ്രൈസ് പൊക്കി പറയുക, അയ്യോ ഇദ്ദേഹം ഉണ്ടല്ലോ അങ്ങനെയാണ്, ഇദ്ദേഹം ഇങ്ങനെയാണ്, ഈ സ്തുതിപാഠകരുണ്ടല്ലോ,
അപ്പൊ നിങ്ങൾ കുറച്ച് ഈഗോ ഉള്ളവരും കുറച്ച് ശുദ്ധഗതിയുള്ളവരാകുമ്പോൾ അവര് വീഴും. അപ്പൊ അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നത്. പക്ഷെ നല്ലത് പറഞ്ഞു തരുന്നവരെ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ നിങ്ങൾ എതിർക്കും, വേണ്ടാന്ന് വെക്കും. അതൊക്കെ മാറും ഈ ജൂലൈ മാസത്തിൽ. കുറെ തിരിച്ചറിവുകളൊക്കെ വരും. നിങ്ങൾ ഉപേക്ഷിച്ചവരെ നിങ്ങൾ തിരിച്ചു വിളിക്കും, മാപ്പ് പറയും, പിന്നെ സന്തോഷകരമായിട്ട് ജീവിക്കും മുമ്പോട്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുഷിച്ച ആളുകളെല്ലാം പോയി തീരും. കുറെ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും ജൂലൈയിൽ കേട്ടോ. അപ്പൊ ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, കാപ്രിക്കോൺ. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം.